കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കുന്ന ഏതൊരു ഉപാധിയെയും ഉദ്ദേശിക്കുന്നത് പ്രിൻ്റർ, സ്കാനർ, സ്പീക്കർ, മൈക്ക് അതുപോലുള്ള വെബ് ക്യാമറ പോലുള്ള ഏത് ഉപാധി പെരിഫറൽസിനെയും കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് ചില ഡ്രൈവർ ഫയൽസിലൂടെയാണ്. ഡ്രൈവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉപാധിയെ കമ്പ്യൂട്ടർ യഥാവിധം മനസ്സിലാക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് നാം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ സെറ്റാണ്, ഒരു കൂട്ടം കമാൻഡുകളുടെ സെറ്റാണ് ഡ്രൈവേഴ്സ്. ഓരോ ഉപാധിയും അകത്തും പുറത്തുമുള്ള ഓരോ ഉപാധിയെയും കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് ഈ ഡ്രൈവർ ഫയലിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചിട്ടാണ്. മൗസ് ചലിക്കുന്നതും കീബോർഡ് വർക്ക് ചെയ്യുന്നതും എല്ലാം ഇതുപോലുള്ള ഡ്രൈവർ ഫയൽസിൻ്റെ സഹായത്തോടു കൂടിയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഉപാധി വാങ്ങിക്കുമ്പോൾ ആ ഉപാധിയുമായിട്ട് ഒരു CD നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഈ CD ആണ് നിങ്ങളുടെ ഉപാധിയുടെ ഡ്രൈവർ ഫയൽസ്. ആ CDയിലുള്ള കണ്ടൻറ്റ് യഥാവിധം ലോഡ് ചെയ്താലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് ആ ഉപാധിയെ കമ്പ്യൂട്ടർ അതിൻ്റെ ശരിയായ വിധത്തിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ഒരു ഉപാധി നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്ത ഉപാധിയെ നോർമലി വിൻഡോസ് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫയലുകൾ അല്ലെങ്കിൽ ഡ്രൈവർ ഫയൽസ് യഥാവിധം ലോഡ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ലോഡ് ചെയ്യുന്ന ഉപാധികൾക്ക് ഹോട്ട് പ്ലഗിംഗ് എന്ന പ്ലഗ് ആൻഡ് പ്ലേ എന്നും പറയാറുണ്ട്. നമ്മൾ കണക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾക്ക് സാധാരണഗതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് പോർട്ടുകൾ അഥവാ സ്ലോട്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്നത് കീബോർഡ്, കമ്പ്യൂട്ടറിൻ്റെ ഒരു പിൻഭാഗമാണ് ഈ കാണുന്നത്. ഇതിൽ ഈ ഭാഗത്ത് കീബോർഡ്, ഈ ഭാഗത്ത് മൗസിൻ്റെ ചിഹ്നം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കണക്റ്റിംഗ് സ്റ്റാൻഡേർഡിന് PS2 കണക്ഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുക. നമ്മൾ മൗസിൻ്റെയും കീബോർഡിൻ്റെയും വാലറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നുകൾ കാണാനായിട്ട് സാധിക്കും. ഒരു 6 പിന്നുള്ള ഒരു ഉപാധിയാണ്, ഒരു കണക്ടർ കാണാനായിട്ട് സാധിക്കും. ഇതൊരു പ്രത്യേക കളർ കോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് തെറ്റി കുത്തേണ്ടി വരില്ല. പ്രത്യേക കളർ കോഡ് ഇവിടെ കാണുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതലായിട്ട് പ്രചാരത്തിലുള്ള ഒരു കണക്റ്റിംഗ് ഡിവൈസാണ് USB. ഇതാണ് അതിൻ്റെ ചിഹ്നം. ചില കമ്പ്യൂട്ടറുകളിൽ 2ഉം ചില കമ്പ്യൂട്ടറുകളിൽ 4ഉം പിന്നിലും മുന്നിലും ഒക്കെ ഇത്തരം USB കണക്റ്റിംഗ് സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരു ഉപാധി നിങ്ങൾ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനോട് ഒപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ പ്രത്യേകം വായിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. സ്പീക്കർ പോലുള്ള ചില ഉപാധികളെ USB ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചില ഉപാധികൾക്ക് പവർ കോഡ് കാണാനായിട്ട് സാധിക്കും. ആ പവർ കോഡ് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് USB കണക്ട് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ മിക്കവാറും ഉപാധികൾ USB വരുന്നുണ്ട്. കീബോർഡും മൗസും എല്ലാം USB സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു സംഗതി കണക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് പോർട്ട് അഥവാ സ്ലോട്ട് എന്ന് പറയുന്നത്.